വിദ്യാർത്ഥിനികളുടെ ഇത്തരം വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ രൂക്ഷ വിമർശനവുമായി ഫാദർ ജോഷി മയ്യാറ്റിൽ. വിവേകമില്ലാത്ത ഇത്തരം രീതികൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും വളർന്നു വരുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ വീഡിയോ ക്ലിപ്പ് വാട്സപ്പിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. തങ്ങളുടെ യൂണിഫോമിൽ മൈ പ്രോപ്പർട്ടി എന്ന് പേന ഉപയോഗിച്ച് ആൺകുട്ടികൾ എഴുതുന്നത് അനുവദിക്കുന്ന പെൺകുട്ടികളുടെയാണ് വീഡിയോ. തുടർന്നാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ വിമർശനവുമായി എത്തിയത്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും വിവേകം ഇല്ലാത്ത ഇത്തരം രീതികൾ വളർന്നു വരുന്നത് ഖേദകരമാണെന്നും ഞാൻ നിന്റെ പ്രോപ്പർട്ടിയല്ല എന്നും പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ പെൺകുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് കഷ്ടമാണെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമാക്കി. വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണമൂക്കുത്തിക്ക് തുല്യയാണ് എന്ന ബൈബിൾ വചനം നന്നായി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു ആൺകുട്ടിയുടെയും പ്രോപ്പർട്ടി അല്ല ഒരു പെൺകുട്ടിയും, മറിച്ചും അങ്ങനെ തന്നെ. ഭാര്യ ഭർത്താവിൻ്റെ വസ്തുവകയല്ല, ഭർത്താവ് ഭാര്യയുടെയും. മക്കൾ മാതാപിതാക്കളുടെ പ്രോപ്പർട്ടിയല്ല, മാതാപിതാക്കൾ മക്കളുടെയും. വ്യക്തികളെ വസ്തുക്കളായി കാണുന്ന പ്രവണത അവസാനിക്കുന്നിടത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂളുകളിലും കോളേജുകളിലും വ്യക്തികളെ വസ്തുക്കളായി തരം താഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും അതിൻ്റെ പിന്നിൽ ചില മനുഷ്യക്കഴുകന്മാർ ആണെന്നും മയക്കുമരുന്നുകളുടെ പ്രളയം കുട്ടികളെയും ചെറുപ്പക്കാരെയും സ്വയാവബോധമില്ലാത്തവരാക്കി മാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു. മറൈൻ ഡ്രൈവിൽ കുറച്ചു വർഷം മുമ്പ് സംഘടിപ്പിച്ച ചുംബന സമരവും നമ്മുടെ കോളേജുകളിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന വഷളത്തരങ്ങളും പെൺകുട്ടികളെ വെറും ഭോഗ വസ്തുക്കളായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈംഗിക അരാജകത്വങ്ങളുടെ ഫലമാണ് നമ്മുടെ പൊതുനിരത്തിലേക്ക് 5ാം നിലയിൽ നിന്നെറിയപ്പെട്ട 3 മണിക്കൂർ പ്രായമുള്ള ആ ശിശു. ആത്മഹത്യകളും കൊലപാതകങ്ങളും ലൈംഗിക അരാജകത്വത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഗർഭചിത്രം അനുവദിക്കണമെന്ന ഹർജിയുമായി കോടതിയിലെത്തുന്ന കൗമാരക്കാർ ഇന്ന് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു. പൊതുസമൂഹം കേസായി അറിയുന്നതിൽ എത്രയോ ഇരട്ടി ശിശുഹത്യകൾ വകതിരിവില്ലായ്മ മൂലം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പൊതുസമൂഹവും കുടുംബാംഗങ്ങളും അധ്യാപകരും പ്രസ്ഥാനങ്ങളും ഇനിയും ഇത്തരം പിള്ളേരുകളികൾക്ക് മുന്നിൽ ഉറക്കം നടിച്ചാൽ കേരളീയരുടെ ഭാവി ഇരുണ്ടുപോകുമെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമാക്കി.